കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ്. കാരണം ആ വാക്യം ഉപയോഗിച്ചുകൊണ്ട് പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടുത്തെ വിഷയം നമുക്കൊന്ന് വായിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ ഏതാണ് ഈ ഭൂമി? ഇന്ന് പലരും പറഞ്ഞു വരുന്നത് ഇന്ന് കാണുന്ന ഭൂമി ആണെന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പൊ ദൈവം നമുക്ക് ഒരു അവകാശം തരുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കുന്നില്ല. അത് അല്പസമയത്തേക്കല്ല. നമുക്ക് ദൈവം തരുന്ന എന്താണെങ്കിലും നമുക്ക് ആ നിത്യകാലം നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ് തരുന്നത്. അത് പൂർണ്ണമായിട്ടും നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് കുറച്ചു കാലത്തേക്ക് മാത്രമല്ല. അനേകർ ഇന്ന് വസ്തുവകകൾ വാങ്ങി കൂട്ടുന്നുണ്ട്. ദൈവമക്കളാണെങ്കിലും ദൈവത്തെ അറിയാത്തവരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും അനേക വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ദൈവവചനപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അത് നമുക്ക് നിത്യകാലത്തേക്ക് വരും. അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശം. അപ്പോൾ ഇത് ഏത് ഭൂമിയാണെന്നുള്ളത് വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യാണ് ഞാൻ വായിക്കുന്നത്. കർത്താവിന്റെ ദിവസമോ കടലെ പോലെ വരും, അത് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനോ ഭക്തിയുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് സൗമ്യതയുള്ളവർ